ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒന്നല്ല 2 അമ്പലങ്ങളിൽ പോവുകയാണ്. ആദ്യത്തെ അമ്പലം, ഈ 2 അമ്പലത്തിൻ്റെയും പ്രത്യേകത, ഞങ്ങൾ ഇതുവരെ പോകാത്ത ഒരു അമ്പലമാണ്, ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്ത പ്രതിഷ്ഠയുമാണ്. ഏതാണെന്നല്ലേ? ആദ്യത്തെ അമ്പലം പെരിങ്ങോട്ടുകര വിഷ്ണുമായ ക്ഷേത്രം, തൃശ്ശൂരുള്ള. രണ്ടാമത്തെ അമ്പലം സീക്രട്ടാണ്. നിങ്ങൾ തന്നെ വളരെ കുറച്ച് പേര് മാത്രമേ ആ പ്രതിഷ്ഠയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമാണേ. നമുക്ക് എന്തായാലും കാണാം. ഇതാ മന്ത്രാക്കുട്ടി പട്ടുപാവാടയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. മേധ സേ ഹായ്. ഇതാ മന്ത്രയുടെയും മേധയുടെയും മുത്തശ്ശിയാണേ. ഇത് മുതുമുത്തശ്ശി. അപ്പോൾ നമുക്കവിടെ ചെന്നിട്ട് കാണാം. തൃശ്ശൂർക്കാണ്. അപ്പോൾ ഒരു ഗൂഗിൾ മാപ്പിൽ 2 hours കാണിക്കുന്നുണ്ട്. ട്രാഫിക് ഇല്ലാന്നുണ്ടെങ്കിൽ, ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ മോർ ദാൻ 2 hours എടുക്കും. ട്രാഫിക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 2 hours അങ്ങ് എത്താം. അപ്പോൾ ഓക്കെ, ബൈ. ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു കേട്ടോ. ശരവണഭവൻ ആലുവയിൽ നിർത്തി. ശരവണഭവനിൽ നല്ല തിരക്കായിരുന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ. നമുക്ക് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവർക്കും കൂടി ഇരിക്കാൻ ഒരു ടേബിൾ. എന്താ കഴിക്കേണ്ടതെന്ന് കൺഫ്യൂഷനിലാണ്. ശരവണഭവനിലായത് കാരണം എനിക്ക് ഇവിടുത്തെ പൊങ്കൽ ഭയങ്കര ഇഷ്ടമാണ്. മസാല ദോശയും ഇഷ്ടമാണ്, ഗീ റോസ്റ്റും ഇഷ്ടമാണ്. ഇതിൽ 3 ഏതിലെങ്കിലും ഒരെണ്ണം ഓർഡർ ചെയ്യുക അല്ലേ മന്ത്ര? What would you want? She already told cheese dosa. Later. Yeah. അപ്പോൾ നമ്മൾ അങ്കമാലി എത്തി. അങ്കമാലിയിൽ നിന്ന് നെക്സ്റ്റ് ചാലക്കുടി, പിന്നെ തൃശ്ശൂരാണ്. ഒന്ന് ബ്ലോക്ക് വലിയ കാര്യമായിട്ടില്ല റോഡില്, പക്ഷെ നല്ല ചൂടാണ് കേട്ടോ ഗൈസ്. കൂടി കയ്യിന്റെ അവിടെയൊക്കെ പൊള്ളുകയാണ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. 1 hour more. നമ്മളിപ്പോ അങ്കമാലി എത്തി. അങ്കമാലി, നെക്സ്റ്റ് ചാലക്കുടി, പിന്നെ തൃശ്ശൂർ. So I'm excited. They are going to Ambalam so much and to hotel, and I'm excited so much. This is my best day in my full life. Oh my god. Okay, so see you there. Bye bye. See you also there. I love you guys. See you tomorrow. Okay. ഇനി അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാ ഞങ്ങൾ പെരിങ്ങാട്ടുകര വിഷ്ണുമായ കാനാടിക്കാവ് ക്ഷേത്രത്തിലെത്തി. അതിമനോഹരമായൊരു ക്ഷേത്ര പരിസരമാണ് കേട്ടോ. സോ ബ്യൂട്ടിഫുൾ. ഇതാ മേധക്കുട്ടി ഇറങ്ങി വരുന്നുണ്ട് കാറിൽ നിന്ന്. അമ്മയും മന്ത്രയും അമ്മമ്മയൊക്കെ ഇറങ്ങി. ഭയങ്കര, ഞങ്ങൾ വന്ന സമയത്ത് അത്ര ചൂടുണ്ടായിരുന്നില്ല അവിടെ, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭയങ്കര ഭംഗിയിലാണ് അവർ കൺസ്ട്രക്ട്. അപ്പം നമ്മൾ എത്തിയിട്ടോ. നമ്മളൊരു 2 hours അടുക്ക് എത്തി. വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല, മഴയും പെയ്തില്ല, നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ഇവിടെ എത്തി. ഭയങ്കര ഭംഗിയുള്ള അമ്പലമാണേ. സോ ബ്യൂട്ടിഫുൾ, സോ സെറീൻ, സോ പീസ്ഫുൾ. ഭയങ്കര ഭംഗിയാണ്. അവർ ചെല്ലുമ്പോൾ തന്നെയുള്ള കാർവിങ്സ് ഒക്കെ കാണാനായിട്ട് 9 അവതാരങ്ങൾ വിഷ്ണുവിൻ്റെ അവർ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂർമ്മം, വരാഹം, അങ്ങനെ ഏറ്റവും അതിൻ്റെ പോണ്ടുണ്ട്. സെൻറ്ററിലെ പോണ്ടിൻ്റെ നടുക്കായിട്ട് ശിവൻ്റെയും പാർവതിയുടെയും ഗണപതിയുടെയും ഒക്കെ വിഷ്ണുമായയുടെയും ടെമ്പിൾ. അപ്പോൾ ഇതാണ് പെരിങ്ങാട്ടുകര വിഷ്ണുമായ ടെമ്പിൾ. അത്ര ഈ ഇടയ്ക്കാണ് ഈ ടെമ്പിൾ ഇത്ര ഫേമസ് ആയത്. കുറേ നാളായി പോകണമെന്ന് വിചാരിക്കുന്നു.
സോ ബ്യൂട്ടിഫുൾ. എന്തായാലും കാനാടിക്കാവിൻ്റെ ചരിത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വോയിസ് അത്ര ക്ലിയർ അല്ലാത്ത കാരണം വോയിസ് ഓവർ ചെയ്യാമെന്ന് വെച്ചു. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ വിഷ്ണുമായ ആരാണ്? മറ്റാരുമല്ല, ശിവൻ്റെയും പാർവതിയുടെയും പുത്രനാണ് കേട്ടോ. ശിവനും പാർവതിയും മനുഷ്യരൂപത്തിൽ അവതാരം എടുത്തപ്പോൾ ഉണ്ടായ പുത്രൻ. അപ്പോൾ അവർക്ക് തിരിച്ച് പോകണമല്ലോ അവതാര പൂർത്തീകരണത്തിന് ശേഷം. അപ്പോൾ ഈ മകനെ അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരായ സ്ത്രീക്ക് വളർത്താൻ കൊടുത്തു. അതിനുശേഷം 7ാമത്തെ പിറന്നാളിൻ്റെ അന്ന് വിഷ്ണുമായ തിരിച്ചറിയാണ് ആരാണ് തൻ്റെ റിയൽ പാരൻസ് എന്ന്. അങ്ങനെ കൈലാസത്തിലെത്തുമ്പോൾ അവിടെ നന്ദികേശൻ അകത്തേക്ക് കിടത്തി വിടില്ല കേട്ടോ. അപ്പോൾ വിഷ്ണുവിൻ്റെ രൂപത്തിൽ ചെല്ലും നന്ദികേശ്വരനെ പറ്റിച്ചിട്ട്. അപ്പോൾ ശിവനും പാർവതിക്കും ഭയങ്കര സന്തോഷമാവും പുത്രനെ കണ്ടിട്ട്. അങ്ങനെ പറയുകയാണ്, നിൻ്റെ പേര് നീ വിഷ്ണുവിൻ്റെ രൂപത്തിൽ മായാരൂപത്തിൽ വന്ന കാരണം വിഷ്ണുമായ എന്നാവുന്നു എന്ന്. അങ്ങനെയാണ് വിഷ്ണുമായ എന്നുള്ള പേര് വന്നത്. കുട്ടിച്ചാത്തൻ എന്നും പറയുന്നുണ്ട്, ചാത്തൻ. പക്ഷെ നല്ലവനായ കുട്ടിച്ചാത്തനാണ് കേട്ടോ. നമുക്ക് നന്മയും എല്ലാം തരുന്ന കുട്ടിച്ചാത്തൻ. ഇത് അന്നദാന മണ്ഡപമാണ്. ഇത് അന്നദാന മണ്ഡപമാണ്. എല്ലാ ദിവസവും അവിടെ അന്നദാനം ഉണ്ട്. അപ്പോൾ നമ്മളവിടെ പോയി ഭക്ഷണം കഴിച്ചു. ഒരു മഹാത്ഭുതം നടന്നു. അതിൻ്റെ വീഡിയോ എടുത്താണ്. മേധ സാധാരണ ചോറുണ്ണാറില്ല, എസ്പെഷ്യലി തനിയെ ഫോൺ കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ. അന്ന് അവൾ ഫുൾ ചോറും ഒരു വറ്റുപോലും ബാക്കി വയ്ക്കാതെ തന്നെ കഴിച്ചു. അതൊരു മഹാത്ഭുതമായിട്ട് ഞാൻ കരുതുന്നു. വിഷ്ണുമായ ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണെന്ന്. കാരണം 5 വയസ്സായി കുഞ്ഞിന്. ഈ 5 വയസ്സിനോടിടയ്ക്ക് ഇങ്ങനെ അവൾ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. സോ ഐ വാസ് സോ വെരി ഹാപ്പി. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും പെർമിസിബിൾ അല്ല. ജസ്റ്റ് കുറച്ച് ഷോർട്സ് എടുത്തതാണ്. പിന്നീട് പുറത്തേക്ക് നമ്മൾ ഇറങ്ങി. പുറത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. കാല് നിലത്ത് കുത്താൻ പറ്റാത്തത്രയും ചൂട്. കാല് കുറച്ച് നേരം നമ്മൾ താഴെ വെച്ച് കഴിഞ്ഞാൽ പുള്ളി നമ്മുടെ തൊലി അടർന്നു പോകും. അമ്മാതിരി ചൂടായിരുന്നു. എങ്ങനെയോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പിട്ടേന്ന് അറിയില്ല. ഈവൻ ചെരുപ്പ് പോലും ഭയങ്കര ചൂടായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ചുറ്റും ഒന്നും കൂടി വീഡിയോസൊക്കെ എടുത്തു. നല്ല മനോഹരമായ കാർവിങ്സ്. ഇത് രസമാണെന്നറിയോ? ഇതാണ് വിഷ്ണുമായ ഭഗവാൻ. മനോഹരമായൊരു ക്ഷേത്രമാണ്. എല്ലാവർക്കും ഒരു അവസരം കിട്ടിയാൽ പോവുക, പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം വിഷ്ണുമായ ഭഗവാൻ ചാത്തൻ സാധിച്ചു തരുന്ന വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നവൻ ആദ്യം കാണിച്ചായിരുന്നു. മത്സ്യം, കൂർമ്മം, വരാഹം അങ്ങനെയുള്ള അവതാരങ്ങൾ കാർവ് ചെയ്ത് വച്ചിരിക്കുകയാണ്. നടുക്കത്തുള്ള ഫോണ്ടിന് ചുറ്റുമാണ് ഇത് കാർവ് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളിതാ അമ്പലത്തിലൊക്കെ പോയിട്ട് ഹോട്ടൽ കാസിനോ തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഹോട്ടലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് ആണ് നമ്മുടെ സീക്രട്ട് പ്ലേസിലോട്ട് പോകുന്നത്. അതേതാണെന്ന് പിന്നീട് പറയാം. റൂമൊക്കെ ഒന്ന് കണ്ടോളൂ. അത്യാവശ്യം ഭേദപ്പെട്ട നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. 2 ബെഡൊക്കെ ഉണ്ട്. നല്ല വലിയൊരു വാർഡ്രോബ് ഉണ്ട്. ബാത്റൂം pretty decent. ഐഡിയാസ്. അപ്പം ഞാൻ രാവിലെ പറഞ്ഞിരുന്നു ഒരു സീക്രട്ട് പ്ലേസിലേക്ക് ഞങ്ങൾ പോവുകയാണെന്ന്. അത്ര സീക്രട്ടൊന്നും അല്ല കേട്ടോ. ശ്രീ വരാഹി അമ്മൻ ടെമ്പിളിലാണ് ഞങ്ങൾ പോകുന്നത്. ആലുംകാവ് ശ്രീ വരാഹി അമ്മൻ ടെമ്പിൾ, വള്ളൂർ. അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് വരാഹി അമ്മനോടുള്ള ഭക്തി തുടങ്ങിയിട്ട് കുറച്ച് നാളായേ. പക്ഷേ നമ്മുടെ അവിടെയൊന്നും വരാഹിയുടെ അമ്പലമില്ല. കേരളത്തിലാകെ കൂടി 2 സ്ഥലത്ത് മാത്രമേ വരാഹിയുടെ ടെമ്പിൾ ഉള്ളൂ. ഒന്ന് തൃശ്ശൂരും ഒന്ന് ട്രിവാൻഡ്രത്തും. അപ്പം കുറേ നാളായി പോകണം എന്ന് വിചാരിക്കുന്നു. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പ്ലാൻ ചെയ്ത സമയത്താണ് നമ്മുടെ വയനാട്ടിലെ ഫ്ലഡൊക്കെ വന്നത്. പിന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം പ്ലാൻ ചെയ്ത സമയത്ത് എനിക്കും മന്ത്രയ്ക്കും ഡെങ്കു വന്നു. എനിക്കും മന്ത്രയ്ക്കും മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും. അപ്പം അങ്ങനെ പോകാൻ പറ്റില്ല. ദിസ് ഈസ് എ 3rd ടൈം. അപ്പം നമ്മൾ രാവിലെ കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയി. അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത, ഈവനിങ് 5:30 to 6:30 മാത്രമാണ് ടെമ്പിൾ ഓപ്പൺ ചെയ്യുള്ളൂ. ഈവനിങ് ടൈം. മോർണിംഗ് ഐ തിങ്ക് 8 to 9:30 അങ്ങനെയാണ് ടൈമിങ്സ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ബൈ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതാണ് ഹോട്ടലിൻ്റെ കോറിഡോറ്.
നല്ലൊരു ഹോട്ടലാണ് കാസിനോ ഹോട്ടൽ, 4 സ്റ്റാർ ഹോട്ടലാണ്. ഡീസൻ്റ് ആയിട്ടുള്ള റൂംസും നല്ല റൂം സർവീസും. അപ്പം നമ്മൾ അവിടെ എത്തി. വരാഹിയുടെ അമ്പലത്തിൽ, അത് കുറച്ച് ഉള്ളിലോട്ടാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു 40 മിനിറ്റ്സ് എടുത്ത് ഒരു വില്ലേജിൻ്റെ ഉള്ളിലാണ്. അപ്പം നമ്മളവിടെ ഒരു സ്ഥലത്ത് കാറ് ഇട്ടിട്ട് ഓട്ടോയിലാണ് കേട്ടോ വന്നത്. കാരണം വഴി ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, ഗൂഗിൾ മാപ്പിലും കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇറ്റ്സ് വർത്ത് കമ്മിങ്. അത്ര ബ്യൂട്ടിഫുൾ, എന്ത് രസമാണ് കാണാനായിട്ട്. ചുറ്റും പാടങ്ങൾ, പച്ചപ്പ്, അതിൻ്റെ നടുക്കൊരു അതിമനോഹരമായ ഒരു ക്ഷേത്രം. വരാഹി അമ്മനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിശക്തയായ ലക്ഷ്മി ദേവിയാണ്, അഷ്ടലക്ഷ്മിയിൽ ഒരാളാണ്. വരാഹി എന്ന് പറയുന്നത് വരാഹം എന്നുള്ള വിഷ്ണു ഭഗവാന്റെ അവതാരത്തിൻ്റെ സ്ത്രീ രൂപമാണ്. വിഷ്ണുവിൻ്റെ ഭാര്യയാണല്ലോ മഹാലക്ഷ്മി. അപ്പോൾ മഹാലക്ഷ്മിയുടെ രൂപം എടുത്തിരിക്കുന്നതാണ് വരാഹിയമ്മൻ. അപ്പോൾ ഈ വരാഹി ദേവിയുടെ അടുത്ത് നമ്മൾ അമ്മ പെട്ടെന്ന് കാണാൻ പന്നിയുടെ മുഖമാണ് അമ്മയ്ക്ക്. കാണാൻ ഉഗ്രരൂപിണിയാണെങ്കിലും ക്ഷിപ്രപ്രസാദിയാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏത് കാര്യവും അമ്മ നടത്തി തരും. വാത്സല്യ രൂപിണിയാണ്, നമ്മളെ ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ പ്രാർത്ഥിച്ച് നടക്കല്ലേ നിൽക്കവിടെ. ഞങ്ങളിതാ വരാഹിയുടെ അമ്പലത്തിൽ തൊഴുതു. 6:30 വരെ അമ്പലമുള്ളൂ, 5:30 തൊട്ട് 6:30 വരെ. അപ്പോൾ വഴിപാടൊക്കെ കഴിച്ചു തിരിച്ചു പോവാണ് കേട്ടോ. 6:30 വരെ, 5:30 to 6:30 1 മണിക്കൂറേ അമ്പലം തുറക്കുള്ളൂ. അപ്പോൾ 6:30 ആയപ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങി. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു മനസ്സിന് സന്തോഷവും എല്ലാം. അവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് കലപ്പയാണ്. അതായത് വരാഹി അമ്മയുടെ കയ്യിലെ ആയുധമാണ് കലപ്പ. ആ കലപ്പ നമ്മൾ വച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ കാര്യം. നമ്മൾ വരാഹിയുടെ അമ്പലത്തിൽ തൊഴുതതിന് ശേഷം ശോഭ മോളിലേക്കാണ് പോയത്. തൃശ്ശൂരുള്ള ഏറ്റവും വലിയൊരു മോളാണ് ശോഭ മോൾ. അപ്പോൾ പിള്ളേർക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞ കാരണം നമ്മൾ അങ്ങോട്ടേക്ക് പോയി. ഇതാ അവിടെ ചോക്കോ സ്ട്രീറ്റിൽ നിന്ന് ചോക്ലേറ്റൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട് കുട്ടികൾ. നമ്മുടെ ലുലു മാളിനെ വെച്ച് നോക്കുമ്പോൾ അത്ര വലുതൊന്നും അല്ലെങ്കിലും ഒത്തിരി ഐറ്റംസ്, ഈവൻ ഡ്രസ്സാണെങ്കിലും കോസ്മെറ്റിക്സ് ആണെങ്കിലും അല്ലാത്ത ആക്സസറീസ് ആണെങ്കിലും നിറയെ ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് താഴെ. അപ്പം നമ്മൾ അതിലൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുമായിരുന്നു. അതിന് നമുക്കും ഒരു ടയറിങ് ആയിട്ട്, അതായത് വരാഹിയുടെ അങ്ങോട്ടൊക്കെ ഡ്രൈവിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ. പക്ഷെ അപ്പോഴത്തേക്കും മേധേ മന്ത്രയൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു, പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മൾ താഴെ കൂടെ നടന്ന് കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്തതിന് ശേഷം കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. നല്ല കളറാണല്ലേ, ലാവൻഡർ. 1200 ഉള്ളൂ. ഇത് പാൻറ്റും ഉണ്ട്, കുറച്ച് നല്ല കുർത്താസിൻ്റെ ഇതൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളതിങ്ങനെ നോക്കി, ഞാനും അമ്മയും കൂടെ അത് നോക്കുമായിരുന്നു. പക്ഷേ എനിക്ക് സൈസ് കിട്ടാൻ ഇല്ലാത്ത കാരണം വാങ്ങിച്ചില്ല. അല്ലെങ്കിൽ ആ ലാവൻഡർ വൺ എടുത്തേനെ. നമ്മളതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ, നമ്മൾ സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മേടിച്ചാലും ഇല്ലെങ്കിൽ നമ്മളൊന്ന് നോക്കുമല്ലോ. അതെല്ലാ സ്ത്രീകളുടെയും ഒരു പ്രത്യേകതയല്ലേ. ഇത് മാത്രമല്ല കേട്ടോ, കുറേ ഇയറിംഗ് ഷോപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് മോളിൻ്റെ 2nd ഫ്ലോറിലുള്ള ഓരോ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് കൽപ്പതാരു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ആണ് പേര്, റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അപ്പോൾ കുട്ടികൾക്ക് ചിക്കൻ കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നവരാത്രിയല്ലേ, അതുകൊണ്ട് 9 ദിവസം നമ്മൾ വെജ് കഴിക്കുള്ളൂ. അപ്പോൾ അവരെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്തിട്ട് വെജ് ഓർഡർ ചെയ്തു. ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ ഞങ്ങളിതാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണേ, നമ്മുടെ കാസിനോ ഹോട്ടലിൽ നിന്ന്. അപ്പം നേരെ വടക്കനാഥ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ദെൻ വീട്ടിലേക്ക്. വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയാണ്. നമുക്ക് കാറിന് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. സൺഡേ ആയത് കാരണം നല്ല തിരക്കായിരുന്നു. പക്ഷേ അമ്പലത്തിൻ്റെ സറൗണ്ടിങ്സ് ഒരു രക്ഷയില്ല, അത്ര ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇപ്പം ഞാൻ പോയ എല്ലാ അമ്പലങ്ങളും തന്നെ അതിമനോഹരമായ ക്ഷേത്രാങ്കണങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ സന്തോഷം തരുന്നത് അത് തന്നെയാണ്. വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. ഇതാ നമ്മളവിടെ ഒരു മുല്ലപ്പൂക്കട കണ്ടേ, ഒരു മുല്ലപ്പൂക്കാരനെ കണ്ട് മുല്ലപ്പൂവൊക്കെ വാങ്ങിക്കുന്നുണ്ട്.
അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. നല്ല തിരക്കായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ട്. ഉള്ളിൽ കയറിയ ക്യൂ ഒക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് തൊഴാൻ പറ്റി. ഉള്ളിൽ വീഡിയോ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിതാ ഞങ്ങൾ ശരവണ ഭവനിൽ കഴിക്കാൻ 11 മണിയായി. ശരവണ ഭവനിൽ കഴിക്കാൻ കയറി. അമ്പലത്തിൻ്റെ തൊട്ടടുത്തല്ല, കുറച്ചൊരു 5 minutes ദൂരത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഭവനിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. ഇത് കുറച്ച് പിക്ചേഴ്സാണ് നമ്മളവിടെ എടുത്തത്. കാസിനോ ഹോട്ടൽ, ഇത് നമ്മൾ താമസിച്ച ഹോട്ടലാണ്. അപ്പോൾ ഒരു മെമ്മറീസിന് വേണ്ടി കുറച്ച് പിക്ചേഴ്സൊക്കെ ഇങ്ങനെ എടുത്തിരുന്നു. I look at you and it's easy to see you are that someone I've been trying to meet. I got your number, won't you pick up the phone? Don't leave me hanging on the dial tone. Think back to the night that we met, jumping in the pool, talk to you, dripping wet. Nervous when I speak, so I trip on my tongue. Never thinking